അങ്ങനെ നമ്മൾ ആഗ്രയിലെ കാഴ്ചകളും കണ്ട് നമ്മൾ അടുത്തതായിട്ട് പോയത് ഡൽഹിയിലേക്കായിരുന്നു. ഡൽഹിയിലെത്തിയപ്പോൾ തന്നെ റൂം സെറ്റാക്കി ഞാൻ അന്നൊരു ദിവസം കഴിച്ചു. അങ്ങനെ നമ്മൾ ഡൽഹി കാണാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ യൂബറും എടുത്ത് പോകാൻ പോകുന്നത് ഡൽഹി കാണാനാണ്. ഇതിനു മുമ്പ് ഡൽഹിയിൽ വന്ന മലയാളികൾക്ക് അറിയാം ഇവിടുന്ന് യൂബർ വിളിച്ചല്ലാതെ മറ്റു വണ്ടികൾ വിളിച്ച് പോയി കഴിഞ്ഞാൽ കാശ് കുറെ പൊട്ടും. ഇനി ഡൽഹിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തനിച്ച് വരാതിരിക്കുക. ഡൽഹിയിൽ നിങ്ങൾക്ക് വേറെ പരിചയക്കാരുണ്ടെങ്കിൽ അവരെ സഹായം തേടുന്നത് എത്രയും നല്ലതായിരിക്കും. പോകുന്ന വഴിക്ക് ഒരുപാട് പേര് വഴിയിൽ താമസമാക്കിയിരിക്കുന്നു. ഡൽഹിയിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ വളരെ പുതുമേറിയതൊന്നുമല്ല. അങ്ങനെ ഡൽഹിയിൽ സ്ഥിരം കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് കാണുമ്പോൾ പുതുമയായിട്ട് തോന്നുമെങ്കിൽ ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. വണ്ടികൾ തട്ടിയാലും മുട്ടിയാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമേ ഇല്ല. ആൾക്കാർക്ക് പരിക്കുണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഒരു പ്രശ്നമായിട്ട് ഇത് തോന്നാറുള്ളൂ. നമ്മുടെ ഡൽഹിയിലെ ആദ്യത്തെ ലൊക്കേഷനിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കാണുന്നത് ബീവറേജിലെ ക്യൂ ഒന്നുമല്ല. ഇവിടെ കുത്തബ്മിനാർ കാണാൻ വന്ന ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി കുത്തബ്മിനാർ കാണാന്നുള്ളതാണ്. ഭയങ്കര ക്യൂ ആണ്. കണ്ടോ, ഭയങ്കരധികം ക്യൂ ആണ്. നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. നോക്കാം, ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ഫീ വരുന്നത്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടുത്തെ ഗവൺമെന്റ് ടൂറിസ്റ്റ് പ്ലേസുകൾ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ക്യൂ നിന്ന് കാല് കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഡൽഹിയിലത്തെ ആദ്യത്തെ ലൊക്കേഷൻ ആയിരുന്നു കുത്തബ്മിനാർ. അപ്പം നമ്മൾ കുത്തബ്മിനാർ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഡൽഹി എയർപോർട്ട് അടുത്തായതുകൊണ്ട് നമുക്ക് കുത്തബ്മിനാറിന് മേലെ കൂടെ ഫ്ലൈറ്റ് പോകുന്നത് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ കുറച്ച് നേരം കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മലയാളി ഫാമിലിനെ കാണാൻ സാധിച്ചു. പക്ഷേ അവർക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ വീഡിയോ പകർത്തിയില്ല. ഞങ്ങളൊരു 12 മണി അടക്കം വന്നതുകൊണ്ടായിരിക്കണം ഇവിടുന്ന് ഏത് ആംഗിളിൽ നിന്ന് നോക്കി കഴിഞ്ഞാലും നല്ല അടിപൊളി വിഷ്വൽസ് കാണാൻ സാധിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കുത്തബ്മിനാർ. ഒരുപക്ഷെ കുത്തബ്മിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് അറിയാൻ സാധ്യത കുറവാണ്. നമ്മളിൽ പലരും വിളിക്കുന്നത് ചരിഞ്ഞ ഗോപുരം എന്നാണ്. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ വളരെ ഉയരം കൂടിയത് തന്നെയാണ്. ഇവിടെ കാണാൻ കുത്തബ്മിനാർ മാത്രമല്ല ഒരുപാട് കലാകാരന്മാർ ചെയ്തു വെച്ച കൊത്തുപണികളും കാണാൻ സാധിക്കും. അങ്ങനെ അതും കണ്ട് സമയം കളയാതെ തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ഓട്ടോ വിളിച്ചു. അപ്പൊ ഇതുവരെയ്ക്ക് ഫോളോ ചെയ്തില്ലേ? ഫോളോ ചെയ്യും.